ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ നമ്മളിന്ന് ലണ്ടനിലൊരു ഫ്രണ്ടിനെ മീറ്റപ്പ് ചെയ്യാൻ പോവാണ്. സോ നൈറ്റ് ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അറൗണ്ട് ഒരു 1 o'clock ആയപ്പോൾ നമ്മൾ ലണ്ടനെത്തി. എത്തിയ വഴിയാണ് നമ്മളൊരു സമൂസ ചാട്ട് കഴിക്കാനായിട്ടാണ് പോയത്. നെക്സ്റ്റ് ഡേ എണീറ്റപ്പോൾ തന്നെ നമ്മൾ സെൻട്രൽ ലണ്ടനിലേക്ക് പോയി. ഡെവൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സോ നമ്മളവിടെ ഇന്നർ കുറച്ചൊക്കെ കറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. സോ വന്ന ക്രിസ്മസ് പാർട്ടിക്കുള്ള ഒരു ഔട്ട്ഫിറ്റ് ഒക്കെയാണ് ഞാനീ നടക്കുന്നത്. അവസാനം എങ്ങനെ ഒരെണ്ണം കിട്ടി. സോ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ പോയത് ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ ലെറ്റോയിലേക്കാണ്. ലണ്ടൻ വരുന്ന മിക്ക തവണയും നമ്മളിവിടേക്ക് വരാറുണ്ട്. ഒരു വണ്ടർഫുൾ ആംബിയൻസ് ആണ് ഇവിടെ. സോ മെനു തലങ്ങും മറിച്ച് നോക്കി. എല്ലാ പ്രാവശ്യത്തെ പോലെ അവസാനം ലെറ്റോയിലെ മിൽക്ക് കേക്ക് തന്നെ വന്നു. പിന്നെ ഒരു ചീസ് കേക്കും ഒരു ടിറാമിസും കൂടി കഴിച്ചു നമ്മൾ. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി സിറ്റിയിൽ മൊത്തമായിട്ടും ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ നമ്മൾ പോയത് ലണ്ടനിൽ വന്നിട്ട് പോവാതെ തിരിച്ചു വരാൻ പറ്റാത്ത സൗത്ത് ഇന്ത്യൻസിൻ്റെ മെയിൻ സ്പോട്ടായ ഈസ്റ്റ് ഹാമിലേക്കാണ്. അവിടെ വെച്ച് നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത മലബാർ ഹട്ടിൻ്റെ പുതിയ ഔട്ട്ലെറ്റിലേക്കാണ് പോയത്. അവർ ഹൈലി റെക്കമെൻഡ് ചെയ്ത ഡ്രാഗൺ ചിക്കനും മന്തിയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ സിനിവേൾഡിൽ പോയി ഷറഫുദ്ദീൻ്റെ പുതിയ പടമായിട്ടുള്ള പെറ്റ് ഡിറ്റക്റ്റീവ് കണ്ട് അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. പിന്നെ നമ്മൾ രാവിലെ എൻ്റെ ശരവണ പോലെ ഒരു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചത് പുറത്തേക്ക് ഇറങ്ങുവാണ്. എനിക്ക് പാഴ്സലൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് വരുന്ന ചെങ്കൂരാണ് കാണുന്നത്. കാവിലെ പാട്ട് മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പഞ്ചാബീസിൻ്റെ മെയിൻ സ്പോട്ടായിട്ടുള്ള സൗത്ത് ഹാളിലേക്കാണ് വന്നേക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ പ്രോപ്പർ സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ അവിടുത്തെ ഫുഡിങ് കഴിഞ്ഞ് നമ്മൾ UK മെയിൻ പബ്ബായ വെതർസ്പൂണിൽ പോയി ഒരു നാരങ്ങ വെള്ളം കുടിച്ച് അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഡെവണിലേക്ക് തിരിച്ച് പയ്യെ റിട്ടേൺ അടിച്ചു.